ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ലാലട്ടിന്റെ സ്പെഷ്യൽ ഡെസേർട്ട് ഒന്ന് കുക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പോകും. ഇന്നലെ രാത്രി ഒരു റീൽ കണ്ടു, അതാണ് ഇതിന്റെ ഒക്കെ തുടക്കം. ആ ടൈമിനാണെങ്കിൽ വീട്ടിൽ 2 നീന്ത്രപ്പഴം ഉണ്ടായിരുന്നു, പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും ഒന്നിപ്പം തിന്നുപോയി. ഒറ്റപ്പെട്ട് കിടക്കണപ്പോ എനിക്ക് അത് ഉണ്ടാക്കാനുള്ള മൂടാണ്ട് പോയി. പിന്നെ വിചാരിച്ച് എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ പൈസ ഒക്കെ എടുത്ത് പുറത്ത് നോക്കി നിൽക്കണം. ആരെങ്കിലും കണ്ടെങ്കിലും ഒന്ന് കടയിൽ പോകുന്ന ചോദിക്കാലോ. കാത്തിരിപ്പിനുള്ളിൽ ഒരാളെ കിട്ടി. ഞാൻ ഓനോട് പഴക്കം മേടിച്ചിടുന്ന നമ്മൾ അങ്ങോട്ട് ഹാപ്പി. അപ്പൊ എന്നാ തുടങ്ങല്ലേ. ഇതിനേക്കാളും പഴം ഒന്ന് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ 2-3 ഏലക്ക കുത്തിയെടുക്കാം. കുറച്ച് തേങ്ങ ചിരട്ടിയതും കുറച്ച് ചക്രയാണ് കേട്ടോ നമുക്ക് ഇതിനാവശ്യം. പാൻ കണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, കുറച്ച് പഴക്കമുള്ള പാനാണ്. ഇത്ര ഗുരുതരമുള്ള കാരണം എന്താ അറിയോ? സ്റ്റീൽ ബോൾ കൊണ്ട് ഒരുത്തി കഴുകേണ്ട പവർ ആണ് കേട്ടോ കാണുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുമ്പോ നമ്മുടെ പാൻ ഈ ഒരു വിധത്തിലാണ്. അപ്പൊ കാര്യങ്ങളിലേക്ക് വരാം. കുറച്ചധികം നെയ്യെടുത്ത് ചൂടാക്കി എടുക്കുക വെച്ചിട്ട് ഇഷ്ടം പോലെ അല്ല കേട്ടോ, ആവശ്യത്തിന്. ചൂടായതിനു ശേഷം ഓരോന്നോരോന്നായി ഇങ്ങനെ ഇട്ടു. എന്നതിന് ശേഷം വെന്ത് വരാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഫോണിൽ കളിച്ചിരുന്നാൽ ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ഫോണൊക്കെ ഒഴിവാക്കി കൃത്യസമയത്ത് കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് കഴിഞ്ഞതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് വിചാരിച്ച് കരിപ്പെട്ടിയല്ല, നോർമൽ കരിഞ്ഞത് ഇതേപോലെ. പിന്നെ ഞാൻ ബാക്കിയുള്ള പഴം കൂടി ഇട്ട് അതിലേക്ക് ഏലക്കന്റെ പൊടി ഇടാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഒക്കെ കൂടി ഒരുമിച്ച് വെന്തോട്ടേ വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണേ. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പണി, മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വല്ലപ്പോഴും കിച്ചണിൽ കയറുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ജോലിയാണ്. പിന്നെ കുറച്ചേരം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നതിന് ശേഷം പുറത്തിറക്കി പകുതിയോളം ചൂട് അറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഐസ്ക്രീമും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തോ. ഐസ്ക്രീം ഇതേപോലെ അലിഞ്ഞതല്ല കേട്ടോ, കുറച്ചും കൂടി ഫ്രീസ് ആവണം. എന്തായാലും ലാറ്റിനും ടേസ്റ്റ് ഞാനും കൂടി കഴിച്ച് ഇതിന് നമുക്കൊരു 100-ൽ 80% കൊടുക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും പോയി ട്രൈ ചെയ്യും. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ബൈ, സീ യു.